ഉസ്ബെക്കിസ്ഥാനെ കുറിച്ച് തുടക്കത്തിൽ പറഞ്ഞതാണ്. കഴിഞ്ഞ മത്സരത്തിൽ കൊളംബിയക്കെതിരെ നേടിയ വലിയ തോൽവിയുടെ ക്ഷീണം മാറ്റാനാണ് ഉസ്ബെക്കിസ്ഥാൻ ഇന്ന് ഇറങ്ങുന്നത്. എന്നാൽ ശക്തരായ പോർച്ചുഗലിനെ എങ്ങനെ തളയ്ക്കാനാകുമെന്നത് അവരുടെ മുന്നിലെ ചോദ്യം. അവർ കഴിഞ്ഞ മത്സരത്തിൽ അവരുടെ സ്കോർ നില ഇതായിരുന്നു. കൊളംബിയക്കെതിരെ അവർ തുടക്കത്തിൽ ഒരു സമനിലയൊക്കെ പിടിച്ചതാണ്. പക്ഷേ പിന്നീട് 2 ഗോൾ കൂടി വഴങ്ങി ലൂയിസ് ഡിയാസിന് മുന്നിലൊക്കെ തന്നെ തോറ്റുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 3-1 എന്ന സ്കോറിനാണ് ഉസ്ബെക്കിസ്ഥാൻ തോറ്റത്. പക്ഷേ ഇപ്പോഴും അവർ പ്രതീക്ഷ വയ്ക്കുന്നത് താരങ്ങൾക്കപ്പുറം അവരുടെ തന്ത്രങ്ങൾ ഒതുന്ന ആ വിഖ്യാതനായ പരിശീലകൻ അല്ലെങ്കിൽ കളിക്കാരൻ എന്ന നിലയിൽ ഇറ്റലിക്ക് ലോകകപ്പ് നേടിക്കൊടുത്ത ലോക ഫുട്ബോളിലെ തന്നെ എക്കാലത്തെയും മികച്ച ഡിഫൻഡേഴ്സിൽ ഒരാൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഫാബിയോ കന്നവാരയുടെ ആ തന്ത്രങ്ങളിൽ തന്നെയാണ് ഉസ്ബെക്കിസ്ഥാൻ ഇന്ന് പ്രതീക്ഷ വയ്ക്കുന്നത്. അക്ഷയ് സൂചിപ്പിച്ചതുപോലെ തന്നെ കോങ്കോ നൽകിയ ആ ഒരു എങ്ങനെ പോർച്ചുഗലിനെ പൂട്ടണം ആ കാര്യം കൂടി ഇന്ന് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും ഇന്ന് കളത്തിലേക്ക് എന്തായാലും ഉസ്ബെക്കിസ്ഥാനും ഇറക്കുക. ഇനി ഈ ഗ്രൂപ്പിലെ പോയിന്റ് പട്ടിക എങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം. ഗ്രൂപ്പ് കെ ആണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. ഗ്രൂപ്പ് കെയിലേക്ക് പോവുകയാണെങ്കിൽ പോർച്ചുഗലിനൊക്കെ തന്നെ വലിയ തിരിച്ചടി ആദ്യ മത്സരത്തിലെ സമനില കൊണ്ട് വഴങ്ങേണ്ടി വന്നു. ആ ഗ്രൂപ്പിൽ കൊളംബിയയാണ്, ലാറ്റിൻ അമേരിക്കൻ ടീമായ കൊളംബിയയാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. അവർ ഒരു മത്സരത്തിൽ 3 പോയിന്റാണ് അവർക്ക് നേരെയുള്ളത്. കോങ്കോ ഈ സമനില പിടിച്ചതോടുകൂടി അവർ 2ാം സ്ഥാനത്തുണ്ട്. പോർച്ചുഗൽ ഈ ഗ്രൂപ്പിൽ ഒന്നാമതെത്തും, ആ പേര് അവിടെ തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ പോർച്ചുഗൽ 1ാം സ്ഥാനത്തില്ല, അവർ 3ാം സ്ഥാനത്താണ്. ഉസ്ബെക്കിസ്ഥാനാണ് ഇന്ന് ഏറ്റുമുട്ടുന്ന ഈ 2 ടീമുകളാണ് ഏറ്റവും അവസാന സ്ഥാനത്തുള്ളത്. കൊളംബിയയുടെ മത്സരവും ഈ മാച്ച് ഡേയിൽ തന്നെ ഉണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.